വിവാഹമോചിതയായ മുസ്ലിം വനിതയ്ക്ക് CRPC സെക്ഷൻ 125 പ്രകാരം ജീവനാംശം തേടാൻ അവകാശമുണ്ടെന്ന് സുപ്രീംകോടതി. CRPC സെക്ഷൻ 125 വിവാഹിതരല്ലാത്ത സ്ത്രീകൾക്കും ബാധകമാണെന്നും കോടതി വ്യക്തമാക്കി. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ബൽറാം, എന്താണ് സുപ്രീംകോടതി ഉത്തരവിൽ പറയുന്നത്? വേണു, സുപ്രീം കോടതിയിൽ നിന്നും ഏറെ നിർണായകമായ ഒരു ഉത്തരവാണ് ഉണ്ടായിരിക്കുന്നത്. വിവാഹമോചിതയായ മുസ്ലിം സ്ത്രീകൾക്ക് CRPC സെക്ഷൻ 125 പ്രകാരം ജീവനാംശത്തിന് അർഹതയുണ്ട് എന്നും അല്ലെങ്കിൽ ജീവനാംശത്തിന് വേണ്ടി കോടതിയെ സമീപിക്കാൻ കഴിയും എന്നുമാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. വിവാഹിതരായ സ്ത്രീകൾക്ക് മാത്രമല്ല, എല്ലാ സ്ത്രീകൾക്കും അല്ലെങ്കിൽ വിവാഹമോചിതരായ സ്ത്രീകൾക്കും CRPC സെക്ഷൻ 125 ബാധകമാകുമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. ജസ്റ്റിസുമാരായ BV നാഗരത്ന, ജസ്റ്റിസ് അഗസ്റ്റിൻ ജോർജ് മഹിസ് എന്നിവരടങ്ങുന്ന ബെഞ്ചിന്റേതാണ് ഈ ഉത്തരവ്. തെലങ്കാനയിൽ നിന്നുള്ള ഒരു മുസ്ലിം സ്ത്രീക്ക് അവർ ജീവനാംശത്തിന് വേണ്ടി കുടുംബ കോടതിയെ സമീപിച്ചിരുന്നു. അവർക്ക് 20,000 രൂപ പ്രതിമാസം ജീവനാംശം നൽകാൻ കുടുംബ കോടതി ഉത്തരവിടുകയും ഭർത്താവ് മുഹമ്മദ് അബ്ദുൾ സമദ് ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുകയുമായിരുന്നു. ഹൈക്കോടതി ഈ ജീവനാംശത്തിന് അർഹതയുണ്ട് എന്ന കാര്യം ശരിവെച്ചുകൊണ്ട് 10,000 രൂപയായി ജീവനാംശം കുറച്ചു. ഇതിനെതിരെ ഈ ജീവനാംശം നൽകാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഈ ഹൈക്കോടതി ഉത്തരവിനെതിരെയാണ് അബ്ദുൾ സമദ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ഈ അബ്ദുൾ സമദിന്റെ ഹർജി തള്ളിക്കൊണ്ടാണ് സുപ്രീം കോടതി ഈ നിർണായക ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഈ വിവാഹിതരായ സ്ത്രീകൾക്ക് മാത്രമല്ല, എല്ലാ സ്ത്രീകൾക്കും ഈ സെക്ഷൻ 125 ബാധകമാണ് എന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ ഈ സെക്ഷൻ 125 CRPC ഒരു മതേതര വ്യവസ്ഥയാണ് എന്ന് ഷാബാനു കേസിലും സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നു. എന്നാൽ പിന്നീട് 1986 മുസ്ലിം വിവാഹമോചനത്തിനുള്ള അവകാശ സംരക്ഷണ നിയമം അത് അസാധുവാക്കിയിരുന്നു. എന്നാൽ അക്കാര്യമാണ് വീണ്ടും സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും വിവാഹമോചിതരായ മുസ്ലിം സ്ത്രീകൾക്ക് ജീവനാംശം തേടിക്കൊണ്ട് കോടതിയെ സമീപിക്കാം എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ വ്യക്തി നിയമത്തെക്കാൾ കൂടുതലായി ഈ CRPC സെക്ഷൻ 125 ഉയർത്തിപ്പിടിക്കുന്നതാണ് സുപ്രീം കോടതിയുടെ. ശരി, ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.